ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഇന്ന് ജനുവരി 12, 2026. മാർക്കറ്റ് ഈ ആഴ്ചയിലേക്ക് തുറക്കാൻ പോവുകയാണ്. വെള്ളിയാഴ്ച അത്ര വലിയ കാര്യങ്ങളോടുകൂടിയല്ല ക്ലോസിംഗ് വന്നിരിക്കുന്നത്. ഈ ആഴ്ച തുറക്കുമ്പോഴും ഈ 2 ദിവസങ്ങളിലായിട്ട് വീക്കെൻഡിൽ നടന്നിരിക്കുന്ന പല കാര്യങ്ങളും അത്രമാത്രം പോസിറ്റീവ് അല്ല. ഇപ്പോഴും വരുന്ന വിവരം, ഞാൻ ന്യൂസുകൾ ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. മിഡിൽ ഈസ്റ്റിലെ ഒരു ടെൻഷൻ, അതായത് ഇറാനിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ അത്രമാത്രം നിസ്സാരമല്ല. അവിടുത്തെ ഗവൺമെൻറ്റിനെതിരെ വലിയ രീതിയിലുള്ള ബഹളമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സോ അതിന് കൂട്ടായിട്ട് ഇപ്പോൾ US എല്ലാ സജ്ജീകരണങ്ങളും ഒരുങ്ങി കാത്തിരിക്കുകയാണ്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രൊവോക്കേഷനോ എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ ആക്രമണം നടത്താനെന്നുള്ള രീതിയിൽ പല ഭാഗങ്ങളിലായിട്ട് സമുദ്രത്തിലായാലും അതുപോലെ തന്നെ മറ്റ് ഇറാഖ് പോലുള്ള സ്ഥലങ്ങളിലും അവരുടെ സൈന്യം തമ്പടിച്ചു എന്നുള്ള വാർത്തകളും ഇൻ്റർനാഷണൽ മീഡിയാസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, കൺഫേംഡ് അല്ല. അപ്പോൾ അതുപോലെ റഷ്യ പ്രസ്താവനയുമായിട്ട് വന്നു, ഏതെങ്കിലും തരത്തിൽ ഇറാനെ ആക്രമിച്ചു കഴിഞ്ഞാൽ ഇടപെടും എന്നുള്ളത്. സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ മീഡിയകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പലതും കൺഫേം ന്യൂസാണ്, പലതും അസംഷൻസ് ആണ്. അതുപോലെ ഇന്ത്യയുടെ രജോരി, പൂഞ്ച് മേഖലകളിലൊക്കെ തന്നെ ഡ്രോണിൻ്റെ സാന്നിധ്യം, പാകിസ്ഥാൻ ഡ്രോണുകൾ ഉണ്ടായതായിട്ട് പറയുന്നു. അതിൽ പലതും ചെറിയ രീതിയിലുള്ള സംഘർഷം, അതിൽ തിരിച്ചുപോയി എന്നൊക്കെ ഉള്ള കാര്യങ്ങളുണ്ട്. അതായത് ഗ്ലോബൽ ടെൻഷൻ വർദ്ധിക്കുന്നു. നമ്മൾ മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് അതത്ര ഒരു ശുഭസൂചകമല്ല. ഓയിൽ പ്രൈസ് വളരെ നിർണായകമാണ്. ഇറാൻ ഏതെങ്കിലും തരത്തിൽ പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ ഗ്ലോബൽ മാർക്കറ്റിൽ എണ്ണയുടെ വിലയിൽ വർധനവ് വരും. അത് ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് വലിയ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമല്ല. ഏതായാലും വളരെ വോളറ്റൈലായിട്ടുള്ള ഒരു വീക്കിലേക്കാണ് നമ്മൾ പോകുന്നത് എന്നുള്ളതിൽ സംശയമില്ല. നിഫ്റ്റിയെ സംബന്ധിച്ചിട്ട് 25,683 ക്ലോസിംഗ്. നമുക്ക് ആദ്യമുള്ള ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ട് എന്ന് പറയുന്നത് 25,500 തന്നെയാണ്. ആ 25,500 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 25,350 വരെയെങ്കിലുള്ള ഡൗൺ സൈഡ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യണം. കാരണം ടെക്നിക്കൽ ചാർട്ടിൽ ഒരു നെഗറ്റീവ് ക്ലോസിങ്ങിലാണ് വന്നിരിക്കുന്നത്. അതുപോലെ റിസൾട്ടുകളാണ് ഈ ആഴ്ച ഒരു പ്രതീക്ഷയ്ക്ക് വകയുള്ളത്. ഈ ഒരു ഗ്ലോബൽ ടെൻഷൻസ് ഒക്കെ തന്നെ മാറിയാൽ പോലും നമുക്ക് റിസൾട്ടുകൾ വളരെ പ്രാധാന്യമുള്ളതാണ്. ഇന്ന്, അതായത് ജനുവരി 12, 2026 ഏകദേശം 15 കമ്പനികൾ റിസൾട്ടുമായിട്ട് വരുന്നുണ്ട്. ലാർജ് ക്യാപ് കമ്പനികളായിട്ടുള്ള TCS, അതുപോലെ തന്നെ HCL ടെക് നല്ല റിസൾട്ടാണ് എക്സ്പെക്ട് ചെയ്യുന്നത്, പ്രത്യേകിച്ചും HCL ടെക്കിൻ്റെത്. മിഡ് ക്യാപ് കമ്പനിയായിട്ടുള്ള ആനന്ദ് റാത്തി വെൽത്ത് ഇന്ന് റിസൾട്ടുമായിട്ട് വരുന്നുണ്ട്. സ്മോൾ ക്യാപ് കമ്പനിയായിട്ടുള്ള മഹാരാഷ്ട്ര സ്കൂട്ടേഴ്സ് ഇന്ന് റിസൾട്ട് വരുന്നത്. മൈക്രോ ക്യാപ് കമ്പനികളായിട്ടുള്ള ലോട്ടസ് ചോക്ലേറ്റ്, കണ്ടെയ്നർ സെക്യൂരിറ്റീസ്, പ്രീമിയർ പോളിഫാൻ, ശ്രീ രാജ്വി ചോളം ഓയിൽ എക്സ്പ്ലോറേഷൻ, ഗുജറാത്ത് ഹോട്ടൽ, ACE എക്സ്പ്ലോറൻ, ഫ്ലൂറഷിപ്പ് ഫ്രൂട്ട്, അങ്ങനെ ഒരുപാട് കമ്പനികളുണ്ട്. സോ അതായത് വോളറ്റൈൽ ആയിട്ടുള്ള ഒരു സെഷന് വേണ്ടി